അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ഒരു 3 മിഷൻ ഈ പറഞ്ഞ പോലെ റൈഡറിൻ്റെ മിഷൻ മാത്രമായിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ നമ്മൾ ഇന്ന് ഓജിയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓജിനെ എന്തായാലും അവിടുന്ന് പറഞ്ഞിട്ടു. ഓജി പറയുന്നത് അവനായിട്ട് ഇറങ്ങിപ്പോരാണ്. അവൻ്റെ റാപ്പും കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവനൊരു ബ്രേക്ക് എടുക്കുകയാണ് ജോലിയിൽ നിന്നെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയിട്ട് ആ കടക്കാർ തന്നെ അവനെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓജി പറയുന്ന അവൻ എന്തായാലും പുറത്തായ സ്ഥിതിക്ക് അവനൊരു റാപ്പിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേരിലാണല്ലോ അവന് ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് അവൻ പുറത്തായിരിക്കുന്നത്. അപ്പോൾ അവനൊരു DJ പാർട്ടി കാര്യങ്ങളൊക്കെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റിൽ തന്നെ ഒരു വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ CJനെ വിളിക്കുന്നുണ്ട്. CJനെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഗ്രോസ് സ്ട്രീറ്റിൽ എന്ത് നടക്കുകയാണെങ്കിലും എവിടെയെങ്കിലും വലിഞ്ഞ് കയറി ചെല്ലല്ല. എന്ത് അധികാരത്തിലും കയറി ചെല്ലാനുള്ളൊരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് ഇപ്പോൾ CJക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോസ് സ്ട്രീറ്റിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്പെസിഫിക് ടൈമിലാണ് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഓജി പറയുന്ന വീട്ടിലേക്ക് DJ പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് നമുക്ക് എന്തായാലും കയറി ചെല്ലാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റാൻഡം കാറ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കോള് വന്ന് വേറെ ആരുടെയല്ല ലോക്കിൻ്റെയാണ്, അതായത് നമ്മുടെ ഓജിയുടെ ആണ്. അവന് ചോദിക്കുകയാണ് എവിടെയാണ് നീ ഇപ്പോൾ ആ ടൈമിനനുസരിച്ചിട്ട് നീ വീട്ടിലേക്ക് വരണം, രാത്രിയാണ് നമ്മുടെ പാർട്ടി കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്നൊക്കെയാണ് അവൻ ഫോണിലൂടെ പറയുന്നത്. അപ്പോൾ ഓജിയുടെ ഒരു മിഷൻ നമ്മുടെ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു റാൻഡം കാർ നമുക്ക് പിക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു കാർ സ്റ്റീൽ ചെയ്യണത് ഒരിക്കലും ബുദ്ധിപരമായ കാര്യമല്ല, കാരണം നമുക്ക് വാണ്ടർ ലെവല് കയറിയിരിക്കുകയാണ്. വാണ്ടർ ലെവലിൽ ഒരിക്കലും ഈ പറയുന്ന സ്കോപ്പിൻ്റെ അടുത്തുനിന്ന് ഒരു കാറ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ എവിടെയെങ്കിലും വണ്ടി ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അറസ്റ്റഡ് ആവും. അപ്പോൾ അതിന് നല്ലത് നമ്മൾ കുറച്ച് ദൂരേക്ക് മാറി കോപ്സ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കാർ പിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായ തീരുമാനം. അപ്പോൾ നമുക്ക് എന്തായാലും ഓജിയുടെ ഒരു വീട്ടിലേക്ക് വേഗം ചെല്ലാം. ഒരു ഇടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, ഞാനെപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ഗെയിമിങ്ങിൽ ഡ്രൈവ് കൺട്രോൾ ഭയങ്കര മുഷ്കിലാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നമ്മളെ ഗേൾഫ്രണ്ട് കാര്യങ്ങളും ഇത് അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗേൾഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഗിമിക്ക് പോലെ ഒരു വീട്ടിലേക്ക് പോവുക, ആ ഗേൾഫ്രണ്ടിനെ പിക്ക് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ബാറിലേക്ക് പോവുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവുക, ജസ്റ്റ് ഒന്ന് ഹാപ്പി ആക്കുക. അവരുടെ ഒരു ഹാപ്പി ലെവലുണ്ട്, അത് ഫുള്ളായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഗിമിക്ക് പോലെയാണ് ആ ഒരു മിഷൻ എന്ന് പറയുന്നത്. അതേപോലെ കുറേ സ്ഥലത്ത് ഇനിയിപ്പോൾ ഫ്യൂച്ചർ മിഷനിൽ കുറേ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ CJക്ക് ഒരുപാട് ഗേൾഫ്രണ്ടിനെ കിട്ടാവുന്നതാണ്. അതേപോലെ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു ഗേൾഫ്രണ്ട് മിഷൻ എന്ന് പറയുന്നത്. സോ നമുക്കത് ലീവ് ചെയ്യാം. ഒക്കെ എന്തായാലും ഓജിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ മോനെ, ഓജി ഫുൾ പവറിലാണ്. അവൻ എന്താ പറയുക, ലോകത്ത് കിട്ടാവുന്ന എല്ലാ ലിറിക്സും വെച്ചിട്ടൊരു കിടുക്കാച്ചി റാപ്പ് പാടി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ റൈഡറിൻ്റെ CJയുടെ ആ ഒരു അസ്വസ്ഥത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വേഴ്സ്റ്റാണ് ആ ഒരു ലിറിക്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ഒരു കലാകാരനെ നമ്മൾ താഴ്ത്തി കെട്ടാൻ പാടില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ തന്നെ പറയുന്നുണ്ട് എന്തൊരു ഹൊറിബിൾ ലിറിക്സ് ആടാ പൊന്നെന്നൊക്കെ. അവനതിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് റൈഡർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് CJനെ കുറേ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അവൻ വന്നതിന് ശേഷമാണ് ഗ്രോസ് സ്ട്രീറ്റ് ഒന്നുകൂടി മെച്ചപ്പെട്ട്. പക്ഷെ ഒരു നമ്മുടെ ഗ്യാങ്ങിലൊരു മെമ്പർ വന്നിട്ട് പറയുന്നുണ്ട് ബെല്ലാസ് ഗ്യാങ് ഇപ്പോൾ നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. വണ്ടി കാര്യങ്ങളൊക്കെ നമ്മളെ സ്ട്രീറ്റിന് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ പെട്ടെന്നുകൊണ്ട് നമ്മളെ സ്ട്രീറ്റിൻ്റെ അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ബെല്ലാസ് ഗ്യാങ്ങത്തെ പാഞ്ഞു കുത്തി വരുന്നുണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നല്ല അടിയാണ്, അവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല വെപ്പൺസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു AR ചൂസ് ചെയ്യാം. AR ആണ് ഇപ്പം നിലവിലിപ്പം നമുക്ക്
ഇവരെ ലോങ് ഷോട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്. നമുക്ക് നല്ല അലക്ക ഒന്നും നോക്കണ്ട, നമ്മുടെ സ്ട്രീറ്റിൽ കയറിയിട്ട് അലക്കാനൊന്നും ബെല്ലാസ് ഗ്യാങ് ആയിട്ടില്ല മക്കളെ. അത് അവനല്ല, അവൻ്റെ മാനേജറല്ല, അവൻ്റെ ഗ്യാങ് ലീഡർ വന്നാലും ഗ്രോ സ്ട്രീറ്റിൻ്റെ അകത്തേക്ക് അവന്മാരെ കയറ്റില്ല. അത് നമ്മളും നമ്മുടെ പിള്ളേരും കട്ടയ്ക്ക് സ്ട്രോങ് അല്ലേ. അപ്പം ഇനി അവരുടെ ദൗത്യം എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരു കാര്യം വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം വേറെയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഷോർട്ട് കട്ട് നമുക്ക് മാത്രം അറിയുന്നൊരു ഷോർട്ട് കട്ടാണ്. അതിൽ കൂടെ പിള്ളേർ അവരുടെ പിള്ളേർ ഇപ്പം കയറി നിൽക്കും. അങ്ങനെ നിങ്ങൾ ഏത് വഴിക്ക് വന്നിട്ടും കാര്യമില്ല, അകത്ത് കയറ്റില്ല എന്നാൽ കയറ്റില്ല. അതിന് സീജ ചാവണം. ചാവുമോ? നാണം കെടുത്തല്ലേട്ടാ. റൈഡർ എന്താണ് നിന്റെ പ്രശ്നമോ? റൈഡർ അല്ല അല്ലേ, അടിക്കണേൻ്റെ ഇടയിൽ വന്നിട്ട് കയറാൻ നിൽക്കണേ ഓരോരുത്തന്മാർ. എടാ എയറിൻ്റെ ബുള്ളറ്റൊക്കെ തീർന്നല്ല. ഈ SMG ഇതൊക്കെ ഏതാണ്? ഏത് തുലിഞ്ഞ കണ്ണാണിത്? ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു SMG ടൈപ്പ് കയ്യിലിരിക്കുന്നത്. യൂസ് ചെയ്യുക അതേപോലെ മറ്റേ SMG ഒരു നോർമൽ ടൈപ്പൊക്കെ അടിപൊളിയാണ്. ഇതൊരു മാതിരി. ഓക്കെ, അപ്പോൾ ഒക്കത്തിനും തീർത്തുണ്ട്. ഗോസ്റ്റായിട്ട് നമ്മൾ വീണ്ടും സേഫാക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും DJ പാർട്ടിക്ക് തന്നെ പോകാൻ നിൽക്കണം. നിങ്ങൾക്ക് പ്രാന്തുണ്ടാവും മക്കളെ, അത് അവൻ്റെ ആ ഒരു തൊലിഞ്ഞ പാട്ട് കേൾക്കാൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിഷീനും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു മിഷീനുമായിട്ട് കാണുന്നവരെ ബൈ.